പണ്ടേ എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഗ്രാജുവേഷനും BEd എല്ലാം ഞാൻ ഇംഗ്ലീഷിലാണ് ചെയ്തത്. അങ്ങനെ 2020 കൊറോണ വന്ന ടൈമിലാണ് ഞാൻ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് കേൾക്കണേ. കൂടുതൽ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കോഴ്സാണെന്നും നല്ല സാലറി എക്സ്പെക്ട് ചെയ്യാമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് മെഡിക്കൽ കോഡിങ് ആൻഡ് ബില്ലിങ്ങും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സും ഓഫർ ചെയ്യുന്ന ആൻഡൻസ് മെഡിക്കോഡിലാണ്. 2 കോഴ്സിൻ്റെയും ഡ്യൂറേഷൻ വരുന്നത് 4 months ആണ്. പിന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഡെമോ ക്ലാസ്സസും പിന്നെ CPC എക്സാമിന് വേണ്ടിയിട്ട് 18 to 20 മോക്ക് ടെസ്റ്റ് അടക്കം എല്ലാ പ്രിപ്പറേഷൻസും ഇവിടുന്ന് തരും. ഓരോ കുട്ടിയുടെയും പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും പിന്നെ MNC കമ്പനീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ആൻഡൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. കോഴ്സസ് ആയിട്ട് മെഡിക്കൽ കോഡിങ്ങും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും മാത്രമല്ല മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും മെഡിക്കൽ സ്ക്രൈബിങ്ങും ഇവിടെ ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞ ആർക്കും ഒന്ന് മനസ്സ് വെച്ചാൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കോഴ്സസ് ആണ് ഇതൊക്കെ. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഓൺ ദ ജോബ് ട്രെയിനിങ് ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് കൂടുതൽ തിയറി അല്ലാതെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോയിട്ട് നേരിട്ടുള്ള പ്രാക്ടീസ് ആണ് ഇവർ തരുന്നത്. പിന്നെ കോഴ്സ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് കേസ് സ്റ്റഡിയും ഡിബേറ്റും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് കൺട്രീസിലൊക്കെ നല്ല സ്കോപ്പുള്ള കോഴ്സസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ആൻഡൻസ് മെഡിക്കോഡിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും.